നമ്മൾ വായനയെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അത് തന്നെ തുടരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 കാര്യങ്ങളാണ് കൂടുതൽ പറയാനുള്ളത്. ഒന്ന് പത്രവായനയെക്കുറിച്ച്, 2 പുസ്തക വായനയെക്കുറിച്ച്. അതിൽ ഇന്ന് നമുക്ക് പത്രവായനയെക്കുറിച്ച് സംസാരിക്കാം. പത്രം വായിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ പോലെയും നമ്മൾ കുടിക്കുന്ന ജലത്തെ പോലെയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. നമുക്ക് ഓരോ ദിവസവും ഈ ലോകത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അത് പത്രവായനയിലൂടെയാണ് അറിയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പത്രത്തിൽ വായിക്കേണ്ടത്? ഇന്ന് പല പത്രങ്ങളിലും ഒരു വലിയ ഭൂരിഭാഗം സ്ഥലം അപഹരിക്കുന്നത് എന്ന് തന്നെ പറയട്ടെ, പരസ്യങ്ങളിലൂടെയാണ്. ഈ പരസ്യങ്ങൾ നമുക്ക് പലർക്കും അത്യാവശ്യമായിട്ടുള്ളതാണ്. വിവാഹ പരസ്യങ്ങൾ അതൊരു ഭാഗത്ത് അങ്ങനെയുണ്ട്. ക്ലാസിഫൈ ചെയ്ത് വരുന്നു. പത്രങ്ങളത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസിഫൈ ചെയ്യാണ് വിവാഹ പരസ്യങ്ങൾ. നിങ്ങൾ വിചാരിക്കും ഇത് ചെറിയൊരു സംഭവമാണെന്ന്. അങ്ങനെയൊന്നുമല്ല. ഞാൻ കുറേ കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. അതിൽ ഓരോന്ന് എടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ വിവാഹത്തിന് കോക്കിമാരുണ്ടായിരുന്നു, ദല്ലാളുമാർ. അവരുടെ ജോലി ഒരു വീട്ടുകാരെ വേറെ വീട്ടുകാരുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക. അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റ് അനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പറഞ്ഞ് കുറേ നുണകൾ പറയും. അവർ കല്യാണം എങ്ങനെയും നടത്തി കൊടുക്കുക എന്നുള്ളൊരു ഇതാണ്. ഇന്ന് ആ രീതി ഇല്ല എന്ന് തന്നെ പറയാം, കുറവാണ്. ആ രീതി ഏറ്റെടുത്തിട്ടുള്ളത് പത്രങ്ങളാണ്. മാട്രിമോണിയൽ കോളംസ് വലിയൊരു സർവീസാണ് അവർ ചെയ്യുന്നത്. സൂട്ടബിളായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് അവർ വലിയ സേവനം ചെയ്യുന്നു. അഡ്വർടൈസ്മെൻറ്റിലൂടെ ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അറിയുന്നു. പിന്നെ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുന്നു. വലിയൊരു ശുശ്രൂഷയായിട്ട് ഞാൻ അതിനെടുക്കുകയാണ്. ഒരു ബിസിനസ്സായിട്ടല്ല, ഒരു വലിയ സേവനമായിട്ട് അതിനെടുക്കുന്നു. രണ്ടാമതൊന്ന്, പല സാധനങ്ങളുടെയും പരസ്യങ്ങൾ. പല സാധനങ്ങൾ നമുക്ക് പുതിയ സാധനങ്ങൾ മാർക്കറ്റിൽ വരുന്നത് അറിയാനായിട്ടുള്ള ഒരു മാർഗമാണ്. പണ്ട് കാലത്ത് ഇത്രയധികം സാധനങ്ങളൊന്നും നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ലല്ലോ, എല്ലാം മെക്കനൈസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ പുതിയ വെർഷൻസ് അതൊക്കെ പത്രത്തിലൂടെ പരസ്യം ചെയ്യപ്പെടുമ്പോൾ നമുക്കതിനെപ്പറ്റി അറിയാൻ ഇടവരുന്നു. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതിയല്ലോ. അപ്പം ഇങ്ങനൊരു സാധനത്തിൻ്റെ അവൈലബിലിറ്റി അത് നമ്മൾ പരസ്യപ്പെടുത്തുകയാണ്. അതിൻ്റെ ഗുണമേന്മകളൊക്കെ അതിനകത്ത് പരസ്യപ്പെടുത്തും. പുതിയ കാറുകളെക്കുറിച്ച്, പുതിയ സ്കൂട്ടറുകളെക്കുറിച്ച്, പുതിയ അടുക്കള ഉപകരണങ്ങളെക്കുറിച്ച്, പുതിയ തരം ഫാനുകളെക്കുറിച്ച്, ഇത് വേണ്ട ജീവിതത്തിൽ ആവശ്യമായ ഒട്ടുമിക്ക സാധനങ്ങളും ഇന്ന് അഡ്വർടൈസ് ചെയ്യുകയാണ്. അത് ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. മാർക്കറ്റിംഗ് ടെക്നിക്ക്. 2 കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഒന്ന് വൈദ്യം, 2 വിദ്യ. ഇത് രണ്ടും മാർക്കറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്
ഭാരതത്തിലുണ്ടായിരുന്ന ഒരു അൺറിട്ടൺ റൂൾ, ഒരു ഗുരുവിനെ അറിഞ്ഞ് വരണം. അത് മൗത്ത് ടു മൗത്ത് ക്യാൻവാസിങ്ങിലൂടെ അറിഞ്ഞ് വരണം. ഒരു ഡോക്ടറെ, ഒരു വൈദ്യനെ, അന്ന് ഡോക്ടറല്ല വൈദ്യൻ, മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് അറിഞ്ഞ് വരണം. ഇതായിരുന്നു ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഭാരതത്തിലെ ധാരണ. നമുക്ക് ലോകത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ഇല്ലാത്ത കാലത്ത് ഇന്ത്യയിൽ 2 യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്നു, നളന്ദ, തക്ഷശില. വല്ല അഡ്വർടൈസ്മെൻ്റ് ഉണ്ടായിട്ടാണോ അവയെല്ലാം വളർന്നത്? അല്ല, മൗത്ത് ടു മൗത്ത് പ്രൊപ്പഗേഷൻ. അവിടെ പഠിച്ചവർ അത് മറ്റുള്ളവരോട് പറഞ്ഞ്, അങ്ങനെ അഡ്വർടൈസ് ചെയ്യാതിരുന്നാൽ ആ സ്ഥാപനം കുറേ കഴിയുമ്പോൾ നിന്നു പോകും. അതിൻ്റെ കുഴപ്പമല്ല, പക്ഷെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ അതിപ്രസരം കാരണം ആളുകളൊക്കെ അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് നളന്ദയും തക്ഷശിലയും ഒക്കെ ഇല്ലാതെ പോയത്. അല്ലാതെ അവിടുത്തെ കുറവ് കൊണ്ടൊന്നുമല്ല. ഞങ്ങളുടെ സ്ഥാപനം ഒരിക്കലും അഡ്വർടൈസ് ചെയ്തിട്ടില്ല. ആദ്യത്തെ 10 റാങ്കുകളിൽ 9 റാങ്കും കിട്ടിയ കൊല്ലം പോലും ഞങ്ങൾ അഡ്വർടൈസ് ചെയ്തില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, അഡ്വർടൈസ് ചെയ്യുന്നില്ലെങ്കിൽ നിലനിൽപ്പുണ്ടാവുകയില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങളും അഡ്വർടൈസ് ചെയ്യാൻ തുടങ്ങി. നോട്ട് ഫോർ മാർക്കറ്റിംഗ്, അതാണ് എൻ്റെ വ്യത്യാസം. നോട്ട് ഫോർ മാർക്കറ്റിംഗ് ബട്ട് ഫോർ ഇൻഫോമിങ്. ആളുകളെ മനസ്സിലാക്കി കൊടുക്കുക, ഇതാ ഇങ്ങനെ ഒരു സ്ഥാപനം കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയാണ് ഞങ്ങൾ അഡ്വർടൈസ്മെൻറ്റിലേക്ക് വന്നത്. അനേക വർഷം, 30-35 വർഷം ഞങ്ങൾ ഒരു അഡ്വർടൈസ്മെൻറ്റും ഇല്ലാതെ നിലനിന്നു. ഇപ്പോൾ അഡ്വർടൈസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫോർ ദി ഇൻഫർമേഷൻ ഓഫ് ദി ജനറൽ പബ്ലിക്, നോട്ട് ഫോർ മാർക്കറ്റിംഗ്. ഈ അഡ്വർടൈസ്മെൻറ്റിലൂടെ പത്രം വലുതാവുന്നുണ്ട്. പത്രം വലുതാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ വരുമാനം ഉണ്ടാവുകയാണ്. ഇനി എല്ലാ പത്രങ്ങളിലും ഒരു ചരമ പേജ് ഉണ്ടാവും, മരിച്ചവരുടെ. ഇതും ഇന്നൊരാവശ്യമാണ്. പണ്ടൊക്കെ മരണാവശ്യങ്ങൾ അറിയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, എഴുത്ത് മൂലം അറിയിക്കുക, ആൾ പോയി അറിയിക്കുക എന്നുള്ളത്. ഇന്നിപ്പോൾ അത് നടപ്പില്ല. ഫോണിലൂടെ വിളിച്ചു പറയാം, അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫോണിലൂടെ വിളിച്ചു പറയുന്ന വ്യക്തികൾ അവർക്ക് പരിചയമുള്ള ആളുകളെയാണ് വിളിച്ചു പറയുക. ഒരു പക്ഷേ ഈ മരിച്ച വ്യക്തിക്ക് പരിചയമുള്ള എല്ലാവരെയും ഈ വിളിച്ചു പറയുന്നവർക്ക് അല്ലെങ്കിൽ കുടുംബക്കാർക്ക് ഓർമ്മയുണ്ടാവില്ല, അല്ലെങ്കിൽ പരിചയം ഉണ്ടാവില്ല. ഇങ്ങനൊരു വ്യക്തി മരിച്ചു എന്നുള്ളത് അറിയുന്നത് ഒരു പക്ഷേ നമ്മൾ പത്രത്തിലൂടെ ആയിരിക്കും. ഒരു അധ്യാപകൻ മരിച്ചു എന്ന് നമ്മളൊരു പക്ഷേ അറിയില്ല. കാരണം ആ അധ്യാപകൻ പഠിപ്പിച്ച കുട്ടികൾ എത്രയോ പേരുണ്ട്, അവരെ ഒന്നും വീട്ടുകാരറിയില്ല, മക്കളോ കൊച്ചുമക്കളോ ഒന്നും അറിയില്ല. അപ്പം അവരെ ഒന്നും അറിയിക്കില്ല. പക്ഷെ പത്രത്തിൽ ഇതുകൊണ്ട് ചരമക്കുറിപ്പിലൂടെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് പരിചയമുള്ള വല്ലവരും മരിച്ചു പോയിട്ടുണ്ടോ, അതിൻ്റെ ഫ്യൂണറൽ ഇന്ന സമയം എന്നതൊക്കെ മിക്കവാറും എഴുതി കാണും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനും വ്യക്തി മരിച്ചു പോയി എന്ന് മനസ്സിലാക്കാനും ഒക്കെ അത് സഹായിക്കും. ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെങ്കിലും ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഒരു പത്രം ചെയ്യുന്ന ധർമ്മങ്ങളിൽ പെട്ടതാണ്. ഇനിയുള്ളത് ഒരു ലോക്കൽ പേജാണ്. പത്രത്തിൽ ഒരു പ്രാദേശിക പേജ്, 2-3 പേജുകൾ. അവിടെ ആ ലൊക്കാലിറ്റിയിലെ പ്രത്യേകതകളൊക്കെ ആയിരിക്കും
എഴുതിയിട്ടുണ്ടാവുക. ചിലപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുള്ള കാര്യം ഇന്നത്തെ മീറ്റിങ്ങുകളെ കുറിച്ചാവാം. ടൗൺ ഹാളിൽ ഇന്ന പരിപാടികൾ നടക്കുന്നു, അല്ലെങ്കിൽ റീജിയണൽ തിയേറ്ററിൽ ഇന്ന പരിപാടികൾ നടക്കുന്നു. ഒരുപക്ഷെ നമ്മൾ അത് വായിച്ചപ്പോഴായിരിക്കും അറിയുന്നുണ്ടാവുക, എനിക്ക് താല്പര്യമുള്ള ഒരു പരിപാടിയാണല്ലോ, എനിക്കാണെങ്കിൽ ഇന്ന് ഒഴിവുണ്ടല്ലോ, അതൊന്ന് നോക്കി പോകാവുന്നതാണ്. അതിൽ പങ്കെടുക്കാനായിട്ട് ഈ ഇൻഫർമേഷനിലൂടെ സാധിക്കും. സിനിമാ പ്രേമികൾക്ക് ഇന്നത്തെ സിനിമ അത് നോക്കി അവർക്ക് ഈ ഇൻഫർമേഷൻ ഉപയോഗപ്രദമാകും. ഇങ്ങനെ പത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇനി മറ്റു കാര്യങ്ങൾ വായിക്കുന്നത്, അതെത്ര നേരം വായിക്കണം പത്രം, അത് നിങ്ങളുടെ ആവശ്യമനുസരിച്ചാണ്. നിങ്ങൾ ആരാണ്? ഒരു വിദ്യാർത്ഥിയാണോ? വിദ്യാർത്ഥിയാണെങ്കിൽ തന്നെ എന്ത് വിദ്യാർത്ഥി? നിങ്ങൾ രാഷ്ട്രീയക്കാരനാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും എത്ര സമയം പത്രം വായിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരവരുടെ ധർമ്മം അനുസരിച്ചാണ്. അധ്യാപകന്, വിദ്യാർത്ഥിക്ക്, വീട്ടപ്പന്, വീട്ടമ്മയ്ക്ക്, രാഷ്ട്രീയക്കാരന്, ഇവർക്കൊക്കെ കൃത്യസമയം പത്രം വായിക്കാനായിട്ട് നീക്കി വയ്ക്കേണ്ടിയിരിക്കുന്നു. അത് അവരുടെ ധർമ്മത്തിനനുസരിച്ച് അത്രയും സമയം വായിക്കണം. ലെറ്റേഴ്സ് ടു എഡിറ്റർ, ഞാൻ അതാണ് ഏറ്റവും ആദ്യം വായിക്കാനായിട്ട് പറയുക. ഫസ്റ്റ് പേജ് എടുത്ത് വായിക്കണം, ഓഫ് കോഴ്സ്, അതിലേക്ക് ഞാൻ വരാം. ലെറ്റേഴ്സ് ടു എഡിറ്റർ, ഏതെങ്കിലും ഒരു ആനുകാലികമായ ഒരു കാര്യത്തെക്കുറിച്ച് 2 തരം അഭിപ്രായങ്ങളാണ് അവിടെ വരിക. പ്രോസ് ആൻഡ് കോൺസ്. ആ സംഭവത്തെ പിന്താങ്ങിക്കൊണ്ട് കുറേ പേര്, അതിനെക്കുറിച്ച് എതിരഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് വേറെ ചില പേര്. ഇത് രണ്ടും ഇടകലർത്തി അല്ല അവർ കൊടുക്കുക, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്, ഇങ്ങനെയാണ് അവർ സാധാരണ ചെയ്യുന്നത്. ഇത് വായിക്കുന്നതിലൂടെ നമുക്ക് 10 അഭിപ്രായങ്ങൾ നിങ്ങൾ വായിച്ചാൽ 10 പേരുടെ വ്യൂ പോയിൻ്റ് നമുക്ക് ലഭിക്കുകയാണ്. നമുക്ക് ഈ 10 വീക്ഷണ കോണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വരാം. എനിക്ക് ഏതെങ്കിലും ഒരു വീക്ഷണ കോണം മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ വീക്ഷണത്തിൽ ഇത് ശരി, ഇത് തെറ്റ്. എന്നാൽ 10ഓ 20ഓ പേരുടെ വീക്ഷണഗതി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനെക്കുറിച്ച് കുറേ കൂടി വിശാലമായ ഒരു കാഴ്ചപ്പാട് ആ പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് കിട്ടുകയാണ്. ഒരു ആനുകാലിക പ്രശ്നത്തെക്കുറിച്ചായിരിക്കും ലെറ്റേഴ്സ് ടു എഡിറ്റർ ഉണ്ടാകുന്നത്. അത് എഴുതുന്നവരാകട്ടെ നല്ല ധിഷണാശാലികളായിരിക്കും. അവർക്ക് പ്രതികരിക്കാനുള്ള കഴിവുണ്ട്. അത് ഒക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. ലെറ്റേഴ്സ് ടു എഡിറ്റർ മിക്കവാറും എല്ലാവരും വായിക്കണം എന്ന് ഞാൻ പറയും. വേറൊരു കോളം അത് നർമ്മം, അതായത് ഒരു കാർട്ടൂണായിരിക്കും. ആ കാർട്ടൂൺ അല്പം ഒരു നർമ്മം തരുന്നതായിരിക്കും. ഒരു ആനുകാലികമായ പ്രശ്നത്തെക്കുറിച്ച് ഒരു കാർട്ടൂൺ, അതിലെ നർമ്മം നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും. എല്ലാവരും നർമ്മം ആസ്വദിക്കുന്നവരായിരിക്കണം. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ ഈ നർമ്മം നമ്മളെ സന്തോഷമുള്ളവരാക്കി മാറ്റും. ഞാനൊക്കെ എത്ര തിരക്കുണ്ടെങ്കിലും ഇപ്പോഴും കൊച്ചു ചെറുപ്പത്തിലെ ചെയ്തിരുന്ന പോലെ, അന്നൊക്കെ ബോബനും മോളിയും അങ്ങനെയൊക്കെയുള്ള ഇത് വായിക്കും. ചില മാസികകളുണ്ടായിരുന്നു അന്ന്. ഇന്ന് അതൊന്നും നോക്കുന്നില്ല. അന്നൊരു മാസിക ഉണ്ടായിരുന്നു, പാക്കനാർ എന്ന് പറഞ്ഞ്, എല്ലാവരെയും കളിയാക്കിയിട്ടും ഒക്കെ ഉള്ളൊരു ഇതാണ്. കളിയാക്കുന്നതിൽ നമ്മൾ സന്തോഷം കാണുകയല്ല, ചെറിയൊരു നർമ്മം, ഒന്ന് പുഞ്ചിരിക്കാനായിട്ടുള്ള
ഒരു വക അതിൽ ഉണ്ട്. അതോടൊപ്പം നല്ല ക്രിറ്റിസിസവും ഉണ്ടായിരിക്കും. കാർട്ടൂണുകൾ ഒക്കെ നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഞാൻ ലൈറ്റ് റീഡിങ്ങിനെ കുറിച്ച് പറയുകയാണ്. പിന്നെ ആത്മഹത്യ ചെയ്തത്, അപകടങ്ങളുണ്ടായത്, ഇതൊക്കെ അല്ലെങ്കിൽ പീഡനങ്ങളെക്കുറിച്ച് ഒക്കെ വളരെ വിശദമായിട്ട് ഇപ്പോൾ പത്രങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയും. അത് മുഴുവൻ വായിച്ച് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ പറയും. അതൊന്നുമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു പീഡന സംഭവത്തെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ കുറച്ച് ദിവസം തന്നെ പത്രത്തിൽ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ സംഭവമുണ്ട്, സൂക്ഷിക്കണം. അതിൽ നിന്ന് നമുക്ക് അത് വായിച്ച് ഒരുപാട് പിന്നെ ചർച്ച ചെയ്യുക അതൊന്നും അല്ല. വായിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, സൂക്ഷിക്കണം. ഇന്ന സ്ഥലങ്ങളിൽ അപകടം പതിയിരിപ്പുണ്ട്. ഇതിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് തമ്പുരാൻ തരുന്ന ഒരു ഒരു ഇതുണ്ട്, ഒരു വിഷൻ. നമ്മൾ റോട്ടിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഹമ്പ് ഉണ്ടാവും. ആ ഹമ്പ് ഉള്ളിടത്ത് വെള്ള ചായം പൂശിയിട്ടുണ്ടാവും. അത് നമുക്കൊരു മുന്നറിയിപ്പാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മളൊന്ന് കോഷ്യസ് ആയിട്ടാണ് വണ്ടി ഓടിക്കുക. അല്ല വന്ന സ്പീഡിൽ തന്നെ നമ്മൾ പോകുകയാണെങ്കിൽ അവിടെ ഒരു എടുത്തുചാട്ടം ഉണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൺട്രോള് വിട്ടുപോയെന്നും വരാം. അപ്പോൾ ഒരു സൂക്ഷ്മത വേണം എല്ലാ കാര്യങ്ങളിലും എന്ന് നമുക്ക് ഗ്രഹിക്കാനെങ്കിലും ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിനപ്പുറത്തേക്ക് കടന്നു പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സമയമുണ്ടെങ്കിൽ എഡിറ്റോറിയൽ ഒന്ന് വായിച്ചു നോക്കണം. ഗഹനമായ ആനുകാലികമായ ഒരു പ്രബന്ധമായിരിക്കും അത്. എഡിറ്റോറിയൽ ബോർഡിലുള്ളവർ, പ്രത്യേക പരിശീലനം കിട്ടിയവർ, നല്ല അറിവുള്ളവർ ഒക്കെ ആയിരിക്കും. അവരുടെ ലേഖനം അതൊരു ഈടുറ്റ ലേഖനമായിരിക്കും. അതിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്. പക്ഷേ ചെറിയ ഒരു പ്രശ്നമുണ്ട്. ഓരോ പത്രത്തിനും ഓരോ രാഷ്ട്രീയം ഉണ്ട്. ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, പക്ഷെ ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അതുകൊണ്ട് അവരുടെ നിഗമനങ്ങൾ, കണ്ടെത്തലുകൾ, അനാലിസിസ് എല്ലാം ആ രാഷ്ട്രീയത്തിൻ്റെ വഴിക്കാണ് പോവുക. അപ്പോൾ രാഷ്ട്രീയമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ രാഷ്ട്രീയ ഉള്ള പത്രത്തിൻ്റെ ലേഖനം തന്നെയാണ് വായിക്കേണ്ടത്. അതുകൊണ്ട് ഓപ്പോസിറ്റായിട്ടുള്ളത് അല്ല വായിക്കേണ്ടത്. രാഷ്ട്രീയമില്ലാത്തൊരു വ്യക്തിയാണെങ്കിലോ ഒരു നിഷ്പക്ഷനാണ്. ഓരോ കാര്യത്തിൻ്റെയും ഗുണമേന്മ അല്ലെങ്കിൽ ഗുണദോഷം മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചെയ്യേണ്ടത് 2 വ്യൂ പോയിൻറ്റും വായിക്കണം. അപ്പോൾ ചുരുങ്ങിയത് 2 പത്രമെങ്കിലും വായിക്കണം. രണ്ടിലും 2 വ്യൂ പോയിൻ്റ് ആയിരിക്കും. അപ്പം നിഷ്പക്ഷമതിക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ശരി എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഒറ്റ ചാനലിലൂടെ മാത്രമേ സഞ്ചരിക്കൂ. ഇതിൻ്റെ മറുവശം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ 1 അല്ലെങ്കിൽ 2 എഡിറ്റോറിയലുകൾ വായിക്കണം. 2 പത്രങ്ങളെങ്കിലും വായിക്കണം. ഒരു നിഷ്പക്ഷ മതി, 2 പത്രങ്ങളെങ്കിലും വായിക്കണം. ഒരു രാഷ്ട്രീയക്കാരൻ ആ രാഷ്ട്രീയക്കാരൻ്റെ പ്രിൻസിപ്പിൾസ് ആ പത്രം ഉള്ള പത്രം തന്നെ വായിക്കണം എന്ന് ഞാൻ പറയും. ഇനിയും അതിനോട് ചേർന്ന് 2 3 ലേഖനങ്ങൾ ചിലപ്പോൾ കാണും. അതും ആനുകാലികമായ കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ഇന്ന് പത്രം എടുത്ത് നോക്കിക്കോളൂ. ആ എഡിറ്റോറിയൽ പേജിൻ്റെ തൊട്ടടുത്ത് ആ പേജിൽ തന്നെ ചിലപ്പോൾ ഒരു മാറ്റർ
അല്ലെങ്കിൽ 2-3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അവയൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം വായിച്ചു നോക്കുന്നത് നല്ലതാണ്. സമയം വേണം കേട്ടോ. ഒരു സിവിൽ സർവീസിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, PSC പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടി ആണ്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടിയാണ്. ആ കുട്ടി ഇതൊക്കെ നോക്കണം, അത് എഴുതിയെടുക്കണം. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ബുക്കിൽ കുറിച്ച് വയ്ക്കണം, റെഫറൻസ് അടക്കം കുറിച്ച് വയ്ക്കണം. ഇന്ന പത്രം വേണ്ടി വന്നാൽ ആ പേപ്പർ കട്ടിങ് കുറിച്ച് എടുത്തു വയ്ക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഒരു ബുക്കിൽ റെഫറൻസ് എഴുതുക, ഇന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന പത്രത്തിൽ ഇന്ന ദിവസത്തെ എഡിഷനിലുണ്ട്. അപ്പോൾ ആ പത്രം എടുത്ത് നോക്കിയാൽ മതി. പഴയ പത്രങ്ങൾ കുറേ ദിവസം ഇരുന്നതിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ പൊടി, അലർജി ഉള്ളവർക്ക് അത് വലിയ ദോഷം ചെയ്യും. അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ഒരു കോപ്പിയർ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റാം. അതുമല്ലെങ്കിൽ ഏതാനും ദിവസത്തേക്ക്, ഒരു മാസത്തേക്കൊക്കെ ഈ വാർത്തകളെല്ലാം ഈ എഡിഷനിലുണ്ടാവും. ഇലക്ട്രോണിക് എഡിഷൻ ഓഫ് ഈച്ച് പേപ്പർ, ഓരോ പേപ്പറിൻ്റെയും ഇലക്ട്രോണിക് എഡിഷനിലുണ്ടാകും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ, ടാബ്ലറ്റിൽ ഒക്കെ കയറ്റി വയ്ക്കാം. അതൊരു റെഫറൻസ്, ഏറ്റവും ആദ്യത്തെ പേജിൽ ഒരു റെഫറൻസ് എഴുതി വെച്ചാൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഇറ്റ്. ഇതൊക്കെ സിവിൽ സർവീസിന് പഠിക്കുന്നവർ, പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകൾക്ക് എഴുതുന്നവർ, കേരള, അതുപോലെ ഇൻ്റർവ്യൂവിന് പോകുന്നവർ മാത്രമല്ല, അധ്യാപകർ, അവർക്കും വേണം. കുട്ടികൾക്ക് ഈ അറിവൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അവർക്ക് കഴിയണം. പ്രത്യേകിച്ച് സോഷ്യോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഇത്തരം ആർട്സ് സബ്ജക്റ്റുകൾ പഠിക്കുന്നവർ, അവർക്കാണിത് കൂടുതൽ ആവശ്യം വരിക. ശാസ്ത്രീയ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് അതല്ല ആവശ്യം വരുന്നത്. അത് ശാസ്ത്രത്തിലെ കണ്ടുപിടുത്തങ്ങൾ, കാര്യങ്ങളൊക്കെയാണ്. ഇനിയും ഒരു എപ്പിസോഡ് കൂടി എടുത്താലേ ഇത് തീരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് സമയമായതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിർത്തുകയാണ്.